കേരള ബ്ലാസ്റ്റേഴ്സ് ഒരിക്കൽ കൂടി തോൽക്കുന്നു. ഹോമിൽ നാലാമത്തെ തോൽവി എഗെയിൻസ്റ്റ് FC ഗോവ. ഒരു 1-0 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തോൽവിയാണ്. സോ കഴിഞ്ഞൊരു മത്സരത്തിൽ ചെന്നൈയിൻ FCക്കെതിരെ 3-0 എന്ന് പറയുന്നൊരു വിജയം സ്വന്തമാക്കിയ സമയത്ത് ഒരുപാട് ആളുകളൊക്കെ കമൻസ് ആയിട്ടോ അല്ലെ നമ്മുടെ കമൻസിലൊക്കെ തന്നെയാണെന്ന് പറഞ്ഞു, ഇത് എന്തിനാണ് ഇത്ര വലിയൊരു സെലിബ്രേഷൻ നടത്തുന്നതെന്നുള്ളത്. ഇതാണ് കാര്യം. കാരണം 4 ദിവസങ്ങൾക്കിപ്പുറം വീണ്ടും ആരാധകരെ ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകാൻ മറ്റൊരു മത്സരം സാധിക്കുന്നു എന്നുള്ളിടത്താണ് നമുക്ക് കിട്ടുന്ന ചില മൊമെൻറ്റ്സ് അല്ലേ ഉള്ളൂ. അത് മാക്സിമം ആഘോഷിക്കുക, അതല്ലാണ്ട് ഇപ്പം വേറെ എന്താ ചെയ്യാൻ പറ്റുക. ദാറ്റ്സ് ഇറ്റ്. എന്താണെങ്കിലും ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോഴത്തേക്കും കഴിഞ്ഞ മത്സരത്തിൽ നിന്ന് ചില ചേഞ്ചസോട് കൂടിയാണ് ഈ ഒരു മത്സരത്തിലേക്ക് നമ്മൾ വരുന്നത്. അത് നമുക്കറിയാം, ഒരു ക്ലീൻ ഷീറ്റ് കിട്ടിയിട്ടുള്ള ടീമാണ്. 3-0 എന്ന് പറയുന്നൊരു വിജയം നേടിയ ടീമാണ്. 2 ചേഞ്ചസ് ആണ് വന്നത്. അതിൽ ഡിഫൻസിൽ ഒരു ചേഞ്ച് വന്നു. സന്ദീപിന് പകരം ഹോമി വരുന്നു, അതിലെ രാഹുൽ KP കോറു സിംഗിന് പകരം വരുന്നു എന്നുള്ളതാണ് ചേഞ്ച്. പിന്നെ ഗോവയെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാദിഖു ഇല്ലാണ്ട് ഗൊറക്സേനയാണ് ഈ ഒരു മത്സരത്തിലേക്ക് കളിച്ചത് എന്നുള്ളതാണ്. കളിയുടെ ആദ്യത്തെ മിനിറ്റ്സ്, എസ്പെഷ്യലി 15 മിനിറ്റ്സ് ഒക്കെ ഭയങ്കര എൻഗേജിങ് ആയിരുന്നു. നമ്മൾ ഒരു പ്രതീക്ഷയൊക്കെ നൽകുന്ന കാര്യമാണ്. പക്ഷേ ആദ്യം തന്നെ നോവയ്ക്ക് ഒരു ഗോൾ സ്കോർ ചെയ്യാനുള്ള ഒരു വലിയ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അത് രാഹുൽ KP സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളൊരു പന്താണ്. പക്ഷേ അതൊരു വലിയ വ്യത്യാസത്തിൽ പുറത്തേക്ക് പോയി. പിന്നീട് ഈ പറയുന്ന പോലെ നമ്മൾ കഴിഞ്ഞ മാച്ചസിലൊന്നും കണ്ടിട്ടുള്ള നോവയല്ല. നോവ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ച് നിറം മങ്ങിയ രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. സോ നമുക്കറിയുമ്പോൾ റെസ്ലെസ് ആണ്, അതൊരു ഫാക്ടർ പറയാം. ചെറിയ ഗ്യാപ്പിൽ ഈ ഫുൾ ടൈം കളിക്കുന്ന ഒരു പ്ലെയറാണ്, അപ്പ് ആൻഡ് ഡൗൺ ഇങ്ങനെ ഓടി. നമുക്കറിയാമല്ലോ എങ്ങനത്തെ ഒരു പ്ലെയറാണ് എന്നുള്ളത്. പിന്നെ ആ ഒരു വിങ്ങിൽ കളിച്ചിരുന്ന ഒരു പ്ലെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോറിസ് സിംഗ് ആണ്. ബോറിസ് സിംഗ് നോവയ്ക്ക് യാതൊരു വിധത്തിലുള്ളൊരു സ്പേസും കൊടുക്കാത്ത രീതിയിലുള്ള ഡിഫെൻഡിങ് ആണ്. അടിപൊളി കളി. ഈ ഒരു മാച്ചിലെ ഹീറോ കൂടിയാണ് ഈ ഒരു താരം. അതുപോലെ ഈ ഒരു മാച്ചിൽ ഡിഫെൻസീവ്ലി മാത്രമല്ല ഒഫൻസീവ്ലിയും കോൺട്രിബ്യൂഷൻസ് അതും ഒരു ഗോളാക്കി മാറ്റാൻ സാധിച്ചു. ആ ഗോള് വന്ന വഴി എന്ന് പറയുമ്പോഴത്തേക്കും എഗെയിൻ ഒരു ഗോൾ കീപ്പർ മിസ്റ്റേക്കാണ്. ഇപ്പം നമ്മുടെ ഗോൾ കീപ്പേഴ്സ് വരുന്ന എത്രാമത്തെ മിസ്റ്റേക്കാണ്, എത്ര പോയിൻറ്റ്സാണ് നമ്മുടെ ഗോൾ കീപ്പിംഗ് എറേഴ്സ്, ഇൻഡിവിജ്വൽ എറേഴ്സ് വഴി നഷ്ടപ്പെടുന്നത്, സച്ചിൻ സുരേഷിൻ്റെ തന്നെ എറേഴ്സ് വഴി നഷ്ടപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ ഒരിക്കൽ കൂടി സാക്ഷ്യം വഹിക്കുകയാണ്. സോ അതൊരു പ്യുവർ ടെക്നിക്ക് ആൻഡ് പ്യുവർ ഡിസിഷൻ മേക്കിംഗ്, അതിലാണ് പണി പാളിയത്. ആ ഒറ്റ ഗോളിൻ്റെ ബലത്തിലാണ് ഗോവ ഈ ഒരു മത്സരത്തിൽ വിജയിച്ചതെന്ന് കൂടി ഓർക്കണം. സോ ഈ ഒരു മത്സരത്തിലേക്ക് ഇനി നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് നമ്മളുടെ ഡിഫൻസ് ഭയങ്കര ഷേക്കി ആയിരുന്നു. ഭയങ്കര ഒരു മോശം പ്രകടനം എന്നുള്ളത് തന്നെയാണ്. നമുക്ക് ഒരു സ്കെയറി ആയിട്ടുള്ളൊരു ഗെയിമായിരുന്നു. അതിനുശേഷം പ്രത്യേകിച്ച് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. വീണ്ടും സ്കോർ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചു ഗോവ, പക്ഷേ അതിലേക്കൊന്നും പോയില്ല. എന്നാൽ ഗോവയുടെ ഡിഫൻസ് വളരെ കോമ്പാക്റ്റ് ആയിരുന്നു, വളരെ ഓർഗനൈസ്ഡ് ആയിരുന്നു. അത് എടുത്തു പറയേണ്ട ഒരു ഫാക്ടറാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഞാൻ നോവയ്ക്കാണെങ്കിലും ഹെസൂസിനാണെങ്കിലും ഒന്നും ഈ ഒരു മത്സരത്തിലേക്ക് ചെയ്യാൻ പറ്റാതെ പോയത് എന്നുള്ളതാണ്. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ ചേഞ്ചസ് വരുത്തി. അതിൽ പെപ്ര വന്നത് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി. ആദ്യത്തെ മിനിറ്റ്സിൽ 1-2 ചാൻസസ് ഉണ്ടാക്കി. അദ്ദേഹത്തിന് കഴിയാവുന്ന ഇതൊക്കെ ചെയ്യാൻ പറ്റി. പക്ഷേ അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. പിന്നെ പറഞ്ഞ ഡിഫൻസ് അവരുടെ ഭയങ്കര കോമ്പാക്റ്റ് ആയിരുന്നു. പിന്നെ ലൂണയാണ് കഴിഞ്ഞ മത്സരത്തിൽ എന്ന പോലെ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു ബെറ്റർ ഇത് വന്നത്. അദ്ദേഹം അവസാനത്തെ മിനിറ്റിൽ സന്ദീപ് കഴിഞ്ഞ മാച്ച് റൈറ്റ് ബാക്ക് നന്നായിട്ട് കളിച്ച പ്ലെയറാണ്. ഈ മാച്ചിലേക്ക് വരുമ്പോൾ വീണ്ടും ആ ഒരു മോശം പ്രകടനത്തിലേക്ക് പോകുന്നു. പിന്നെ സന്ദീപിന് ഈ ഒരു മത്സരത്തിലൊരു ഡിസൈഡ് ചെയ്യുന്ന തരത്തിൽ വരെ മാറ്റായിരുന്നു. കാരണം എന്തിനൊരു കിടിലൻ ഒരു പാസ്സാണ്, ഒരു ഹെഡർ, ഒരു കിടിലൻ ബോളാണ് കൊടുത്തത്. പക്ഷേ സന്ദീപ് അത് ഒരു സെക്കൻഡ് പോസ്റ്റിൽ അടിക്കായിരുന്നു ഒന്നെങ്കിൽ, അല്ലെങ്കിൽ അതൊരു പാസ് കൊടുക്കായിരുന്നു. രണ്ടും ചെയ്യാണ്ട് ഫസ്റ്റ് പോസ്റ്റിലോട്ട് അടിച്ച് എന്നാൽ അത് പോസ്റ്റിലോട്ടല്ല പുറത്തോട്ട് പോകുന്ന സാഹചര്യത്തിലേക്കാണ് പോയത് എന്നുള്ളതാണ്. അത് ഒരു ക്രൂഷ്യൽ മിനിറ്റിലാണ്. അതാണ് നമുക്ക് ഏറ്റവും മത്സരത്തിൽ കിട്ടിയിട്ടുള്ളൊരു അവസരം എന്ന് പറയുന്നത്. അത് നശിച്ചു പോയി. പിന്നെ പറയാൻ പറ്റുന്നൊരു ചാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ലൂണയുടെ ആ ഒരു ഫ്രീ കിക്കാണ്. അത് നല്ല ഫ്രീ കിക്കായിരുന്നു, പക്ഷേ ഗോൾ കീപ്പർ അത് കൃത്യമായിട്ട് സേവ് ചെയ്തു. ഈ ഒരു മത്സരത്തേക്ക് വരുമ്പോൾ നമ്മുടെ ഭാഗത്തു നിന്ന് ക്രോസസ്സൊക്കെ കുറേ വന്നിട്ടുണ്ട്. 10-20 ക്രോസസ് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഹാഫിൽ ക്രോസസിൻ്റെ ആക്യുറസി പോലും 0% ആയിരുന്നു. സെക്കൻഡ് ഹാഫിൽ എനിക്ക് തോന്നുന്നു ഒരു ക്രോസോ മറ്റോ ആണ് ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള ക്രോസ് വന്നത്. ബാക്കിയെല്ലാം ഈ പറയുന്ന പോലെ ഒരു ദുരന്തം ആയി മാറി. മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, ഒരു മോശം കളി, ഒരു കോമഡി ഗോള്, അതുപോലെ ദുരന്തം ഡിഫൻസ്, ഇതിൻ്റെയൊക്കെ ആകത്തുകയാണ് ഇപ്പം ഗോവ കൂടുതൽ ഗോളുകൾ അടിച്ചില്ലെങ്കിൽ, കാരണം അവർക്ക് ഒരു ദാനം കിട്ടിയിട്ടുള്ള ഗോളിൽ അവർക്ക് വിജയിക്കാനായിട്ട് സാധിച്ചത് എന്നുള്ളതാണ്. നമുക്ക് പറഞ്ഞാൽ ഒരു ഡ്രോ ഡിസേർവ് ചെയ്തിരുന്നതൊക്കെ പലരും പറയുന്നുണ്ട്. പക്ഷേ പ്രകടനം വെച്ച് നമ്മളതൊന്നും ഡിസേർവ് ചെയ്തിട്ടില്ല
എന്നുള്ളതാണ്. ഗോവയുടെ സംബന്ധിച്ച് പറഞ്ഞാൽ അറ്റാക്കിംഗ് വൈസ് ആണ് അവർ പറഞ്ഞ പോലെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഗോൾ ചാൻസിലോ അങ്ങനെ വന്നില്ലെന്ന് പറയാം. പക്ഷേ അവർ ഡിഫെൻസീവ്ലി അവർ അതും നന്നായിട്ട് കളിച്ചു എന്ന് പറയുന്നത് ഡിഫെൻസീവ്ലി ഒരു കോമ്പായി നമ്മൾ അതും മോശമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? തീർച്ചയായിട്ടും കമ്പോസ് ചെയ്ത ഒരു കണീഷൻ സനിയ.